എൻ്റെ ഈ വീഡിയോയുടെ കണ്ടന്റ് ചാർലി കിർക്കിനെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ അരിസോണയിൽ 2 ദിവസം മുമ്പാണ് നടന്നത്. അവിടെ കാർഡിനാൽ ഹാളിൽ വെച്ചാണ് അതിൻ്റെ ഫങ്ഷൻ ഓർഗനൈസ് ചെയ്ത്. ഏകദേശം അതിൻ്റെയൊക്കെ വീഡിയോയും അതിൻ്റെ മീഡിയ റിപ്പോർട്ടും ഇപ്പം ഞാനത് വെയിറ്റ് ചെയ്യുക, എങ്ങനെയാണ് അമേരിക്കൻ മീഡിയ അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ന്യൂയോർക്ക് ടൈംസ് എന്ത് ചെയ്യുന്നു, MSNBC എന്ത് ചെയ്യുന്നു, വാഷിങ്ടൺ പോസ്റ്റ് എന്ത് ചെയ്യുന്നു, അമേരിക്കയുടെ ടോപ്പായിട്ടുള്ള മീഡിയകൾ എങ്ങനെയാണത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഗ്ലോബൽ മീഡിയ അതിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അത് വല്ലാത്തൊരു ഷോക്കിങ്. ആ സെറമണിക്കകത്ത് ആൾക്കാർ വരികയും പ്രസംഗിക്കുകയും ആ ചെറുപ്പക്കാർ ഏകദേശം 60,000 പേരെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്ന ആ ഹാളിനകത്തുണ്ടായിരുന്നത്. അതിനകത്ത് അറ്റൻഡി ആയിട്ട് ഇലോൺ മസ്ക് ഇരിപ്പുണ്ട്. അമേരിക്കയുടെ ക്യാബിനറ്റ്, അതിനകത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, മാർക്ക് റൂബിയോ, അതായത് വൈറ്റ് ഹൗസ് മുഴുവനെങ്കിൽ പോകുന്നു ആരിസോണയിലോട്ട്. അതേപോലെ തന്നെ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സറ്റ്, അതേപോലെ തന്നെ ജോൺ എഫ് കെനഡി ജൂനിയർ, അവരുടെ ഹെൽത്ത് സെക്രട്ടറി, പിന്നെ ഗ്ലോബലി അറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രശസ്തനായ കാൾസൺ ടക്കർ എന്ന ജേർണലിസ്റ്റ്, പിന്നെ അമേരിക്കൻ പാസ്റ്റേഴ്സ്, ഇവരൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇത്ര സമയം വെച്ച് പ്രസംഗിച്ചത്. അപ്പം എൻ്റെ ഒരു അനുമാനമാണ് ഇതിനെപ്പറ്റി ഞാൻ പറയുന്നത്. എങ്ങനെയാണ്, അതായത് അമേരിക്കൻ യൂത്ത്, അതായത് ചെറുപ്പക്കാർ അവിടെ തടിച്ചു കൂടിയിരുന്നവരുടെ അവരുടെ വീഡിയോയും അവരുടെയൊക്കെ എങ്ങനെയാണത് റിയാക്ട് ചെയ്ത ചാർലി കിർക്കിൻ്റെ ആ ഫ്യൂണറൽ. അതുകൊണ്ടൊരു കാര്യം പറയാം, അമേരിക്കൻ യൂത്ത്സ് മാറാൻ പോവാണ്. ആ ഒരു സന്ദേശമാണ് ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കറിയാം, അമേരിക്കൻ യൂത്ത്സാണ്, അതായത് വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുമ്പോഴും അമേരിക്കൻ യൂത്ത്സിൻ്റെ കൾച്ചറാണ് ഗ്ലോബലായിട്ടോ എല്ലാ രാജ്യക്കാരും പിന്നെ ഫോളോ ചെയ്യുന്ന, ഇന്ത്യ ഉൾപ്പെടെ ചെറുപ്പക്കാർ. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ഒരു സംഭവമുണ്ട്, കല്യാണം കഴിക്കാതിരിക്കുക, ലിവിങ് ടുഗദർ, ആരുമായിട്ടും സെക്സ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, ഫാമിലി വേണ്ട, കുട്ടികൾ വേണ്ട. അവിടെയാണ് ചാർലി കിർക്ക് ഒരു 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 സംഭവം, ഒരു ഫോഴ്സായിട്ടങ്ങ് മാറുവാണ് ക്യാമ്പസുകളിൽ. അതിനിടയ്ക്ക് അയാളെ കൊല്ലുന്നു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അതിഭയങ്കരമായ ക്രിസ്ത്യൻ വാല്യൂസ് കയറിപ്പോവുക അകത്തോട്ട്, ചെറുപ്പക്കാരുടെ ഇടയ്ക്കോട്ട്. നിങ്ങൾക്കറിയാം, അമേരിക്ക എന്ന് പറഞ്ഞത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ്, ഉറപ്പായിട്ടും. അപ്പം ആ രീതിയിൽ തിങ്ക് ചെയ്യുന്ന രാജ്യം. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി പേര് മാറിപ്പോയി, ഡ്രഗിലോട്ട് പോയി, ഇതേപോലെയുള്ള ആക്ടിവിറ്റീസിലോട്ട് വളരെയധികം. കാരണം ലൈഫ് അങ്ങനെയാണ്, സുഖിച്ച് ജീവിക്കുക, അത് അർത്ഥമൊന്നുമില്ല, മാക്സിമം സുഖിക്കുക. അതിന് ഡ്രങ്കെങ്കിൽ ഡ്രങ്ക്, മറ്റുള്ള രീതിയിൽ സുഖിക്കുക, ആ രീതിയിൽ പോവുക. പെർമനൻ്റായിട്ടൊരു ഭർത്താവും കുട്ടികളും ഒന്നും വേണ്ട, ഇഷ്ടം പോലെ രീതിയിൽ മാറുക. ഇതൊക്കെ അമേരിക്കയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ സാൻ ഫ്രാൻസിസ്കോയിൽ പോയപ്പോൾ ആ ഹിപ്പി കൾച്ചറാണ് ബേസിക്കലി ഇത് മാറ്റിയെടുത്തത്. അവിടുന്ന് തിരിച്ച് അവർ കൺസർവേറ്റീവ് രീതിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് BBC-യുടെ അമേരിക്കൻ എഡിറ്റർ സ്ത്രീയാണ്. അപ്പോൾ അവരതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്ന ഫാർ റൈറ്റ് ലീഡർ ചാർലി കിർക്ക്, അത് ഭയങ്കര ടോപ്പിക്കായി. പിന്നീട് അത് BBC അതിന് വിശദീകരണം കൊടുക്കേണ്ട സ്ഥിതിയിലോട്ട് പോയി. അപ്പം ഞാനീ പറയുന്നത്, ഈ ഫ്യൂണറൽ സെറിമണിയിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് മുഴുവൻ ക്രിസ്ത്യൻ വർഷിപ്പ് സോങ്ങുകളാണ് പാടിയത്. ഒരൊരാൾ ലിബറലായിട്ടൊരൊറ്റ വാക്കും മിണ്ടിയില്ല, ഒരക്ഷരം, ഇൻക്ലൂഡിങ് കാൾസൺ ടക്കർ ആണെങ്കിലും, അമേരിക്കൻ ക്യാബിനറ്റ് സെക്രട്ടറീസ്, പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും, JD വാൻസ് ആണെങ്കിലും, എല്ലാവരും, ട്രംപിൻ്റെ മകൻ അതായത് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, അവരെല്ലാം കോട്ട് ചെയ്യുന്ന ബൈബിളാണ്. മുഴുവൻ പേരും ബൈബിള് മാത്രം കോട്ട് ചെയ്താണ് പ്രസംഗിച്ചത്.
അതായത് അമേരിക്ക ചേഞ്ച് ആകാൻ പോകുന്നു. പഴയ അമേരിക്ക അല്ല, ഇത് പറയുന്ന യൂത്തിൽ കൂടെ, അതായത് ചെറുപ്പക്കാരിൽ കൂടെ അമേരിക്കയിൽ വരാൻ പോകുന്നത്. അതിൻ്റെ പ്രാരംഭമാണ് കണ്ടത്. അതായത് ഈ ഫ്യൂണറലിനകത്ത് ഞാൻ പറയുന്ന എൻ്റെ ഒരു അനുമാനം അനുസരിച്ച് ഈ ക്രിസ്ത്യൻ റിവൈവൽ ഉണ്ട്. എനിക്കറിയത്തില്ല, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എത്ര പേർക്ക് റിവൈവൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാം. ഈ റിവൈവൽ നടന്നൊരു സ്ഥലമാണ് പഞ്ചാബ്. അതായത് റിവൈവൽ നടന്നിട്ടാണ് ഇത്രമാത്രം ക്രിസ്ത്യൻ മാസീവ് കൺവേർഷൻ ഉണ്ടായത്. റിവൈവൽ നടന്ന സ്ഥലമാണ് തമിഴ്നാട്. അതേപോലെ റിവൈവൽ നടന്ന സ്ഥലമാണ് ആന്ധ്ര, തെലങ്കാന, ആന്ധ്ര. അതിൻ്റെയാണ് ആ തുടർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഒരു റിവൈവൽ മീറ്റിംഗ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ പറയത്തില്ല, കൺവെൻഷൻ എന്ന് പറയുന്നത് മുഴുവനും ബിബ്ലിക്കൽ സംഭവങ്ങളും അതാണ് പ്രസംഗിക്കുന്നത്. അത് പാട്ട് പാടുന്നു, ടെസ്റ്റിമണി പറയുന്നു, എങ്ങനെയാണ് ഈ ലോകത്തെപ്പറ്റി അമേരിക്ക കാണുന്നത്, എല്ലാം ബൈബിൾ ത്രൂ ആണ് പറയുന്നത്. മറ്റൊരു കാര്യം അവരും ഈ പറയുന്ന സെക്കുലർ ആ സാധനത്തിലോട്ട് പോയേയില്ല. ഇതവിടെയുള്ള ഇന്ത്യക്കാർക്കും അവിടെ അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മെസ്സേജാണിത്. അതായത് അവിടെ പഠിക്കാൻ പോകുന്ന പിള്ളേരാണെങ്കിൽ ഗ്ലോബലായിട്ടുള്ള യൂത്ത്സ്, അവർക്കെല്ലാം കൊടുക്കുന്നൊരു മെസ്സേജാണ് അമേരിക്ക ഈസ് ഗോയിങ് ടു ചേഞ്ച്. അതായത് ചെറുപ്പക്കാർ പഴയ രീതിയിലുള്ള ജീവിതത്തിൽ നിന്നും മാറാൻ അവർക്ക് താല്പര്യമുണ്ട്. ആ രീതിയിലോട്ടാണ് കാര്യങ്ങളുടെ ആ പോക്ക്. പഴയ രീതിയിലോട്ട്, കൺസർവേറ്റീവ് രീതിയിലോട്ട് അമേരിക്ക തിരിച്ചു വരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രംപിൻ്റെ കൂടെയുള്ള ടീമിൻ്റെയും അവരുടെ അജണ്ടയായിരുന്നത്. അമേരിക്ക സ്ട്രോങ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്ക പഴയ രീതിയിൽ കൺസർവേറ്റീവ് ആവുക, അതിലോട്ട് പോവുക. അതിന് ഈ ചാർലി കിർക്ക് തുടക്കം കുറച്ചു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക്. അതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കീ പോയിന്റ്. അതിനിടയ്ക്ക് അയാൾ വെടിയേറ്റ് മരിച്ചു ക്യാമ്പസിൽ വെച്ച് ലൈവ് പ്രോഗ്രാം. പിന്നീടുണ്ടായ ട്രാൻസ്ഫോർമേഷൻ ഗ്ലോബലായിട്ട് കുറച്ച് 7-8 ദിവസങ്ങളിലകത്തുണ്ടായത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏകദേശം 10 കോടി പേര് കണ്ടു എന്ന് പറയുമ്പോൾ, അമേരിക്കയിലാണെങ്കിൽ ഗ്ലോബലായിട്ടും സ്ട്രീമിങ്ങിൽ കൂടെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻക്ലൂഡിങ് എലോൺ മസ്ക് ഇന്ന് വരെ പറഞ്ഞിട്ടാണ് അയാളുടെ വിശ്വാസം എന്താണെന്ന്. ഇവരെല്ലാം ഇനിയും ഫർദർ വരാൻ പോവാണ്. ഇവരുടെയൊക്കെ സ്പിരിച്വൽ എന്താണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, അമേരിക്കയിൽ ശരിക്കും യോഗ പെനട്രേറ്റ് ചെയ്തു. കാരണം യോഗ പെനട്രേറ്റ് ചെയ്തു ഒരു ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലതാണെന്നുള്ള സംഭവത്തിൽ. ഇതിനൊക്കെ ഇനി തടയിടാൻ പോവുക. കാരണം ഈ രീതിയിലോട്ട് ക്രിസ്ത്യൻ റിവൈവൽ എന്ന് പറയുന്ന അമേരിക്കയിൽ പണ്ട് വില്യം സെയ്മർ ഉണ്ടാക്കിയിരുന്ന അമേരിക്കൻ റിവൈവൽ ഉണ്ട്. ഏകദേശം 100 വർഷത്തിനടുപ്പിച്ച് മുമ്പ്. അത് ലോസ് ഏഞ്ചലസിൽ, അത് തിരിച്ച് അമേരിക്കയിൽ വരാൻ പോവുകയാണ്. അതായത് 100 വർഷത്തിന് ശേഷം അമേരിക്കയിൽ റിവൈവലിലോട്ട് തുടങ്ങുന്നു. അതാണ് ആരിസോണയിൽ കണ്ടത്. അതും അമേരിക്കൻ ലീഡേഴ്സിൻ്റെ, അതായത് നേരത്തെ അയാൾ ഒറ്റയ്ക്കാണ് നടത്തിയത്. പിന്നെ 14 പേരാണ് അയാളുടെ വില്യം സൈമറിൻ്റെ ആ റിവൈവലിൽ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉള്ള അമേരിക്കയിലും മറ്റുള്ളിടത്തോടും പോയി. പക്ഷെ ഇതങ്ങനല്ല. നേരെ തിരിച്ച് അമേരിക്ക ഭരിക്കുന്നവരും അവിടുത്തെ ക്യാബിനറ്റും അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയും അമേരിക്ക മറ്റുള്ളവരും, അവരാണ് ഇപ്പോൾ ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡീസ് എന്ന് പറയുന്നത് കാത്തലിക്സ് ആയിരുന്നു. അതായത് കാത്തലിക്സ് വിശ്വാസികളായ ചെറുപ്പക്കാരും ഒക്കെ ആയിരുന്നു. അതായത് കാത്തലിക്സിന് ഈ ഒരു സംഭവം അതൊരു പുതിയതായിട്ട് തോന്നി. മറ്റൊരു ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്റ്റുകാർക്ക് ഇതൊരു പുതിയതായിട്ട് തോന്നത്തില്ല. അവർ ഈ റിവൈവൽ മീറ്റിംഗ് ഒക്കെ കാണുന്നവരെ. പക്ഷെ ഇത് ഇമോഷനായിട്ട് അകത്തോട്ട് കയറി. അതാണ് അതിൻ്റെ അകത്ത് പാടിയ ഓരോ വർഷിപ്പ് സോങ്ങുകൾ. അപ്പം അതനുസരിച്ച് അവിടെയുള്ളവർ പാടാൻ അമേരിക്കയിലെ ടോപ്പായിട്ടുള്ള ഈ വർഷിപ്പ് സിംഗേഴ്സ് അവരുടെ ബാൻഡുകളൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഈ പറയുന്നൊരു ക്രിസ്ത്യൻ റിവൈവൽ കൺവെൻഷനിൽ കൈ ഉയർത്തി. അതായത് അവിടെ നിന്നിരുന്ന അതിൽ പങ്കെടുത്തവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം 4-5 മണിക്കൂർ ഉണ്ടായത്. നമുക്ക് ചിന്തിക്കാൻ പറ്റും അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഇതേപോലൊരു മാറ്റം. അതാണ് ന്യൂയോർക്ക് ടൈംസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അതായത് ഭയങ്കരമായ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു.
അപ്പം അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യയിലും ലോകത്ത് ചെറുപ്പക്കാരിൽ കയറി അടിക്കും. അതായത് ചാർലി കിർക്കായിരിക്കും ഈ 21st സെഞ്ച്വറിയിൽ ചെറുപ്പക്കാരെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഐക്കോണിക് ഫിഗർ. അങ്ങനെ അത് അമേരിക്ക അതിനെ മാറ്റിയെടുക്കും. അതാണ് അതിൻ്റെ മെമ്മോറിയൽ എന്ന് പറയുന്നത് സംഭവമാക്കിയെടുക്കും. അത് ഗ്ലോബലായിട്ട് കയറി അടിക്കും. അതുകൊണ്ടാണ് ചാർലി കിർക്കിൻ്റെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ ലീഡേഴ്സ് പോലും അതിനെ റിയാക്ട് ചെയ്തത്. അതതിൻ്റെ കാരണം. കാരണം അത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിച്ചു. ഇതാണ് എൻ്റെ കാരണം. ഈ ലിബറൽ മറ്റുള്ള യൂണിവേഴ്സിറ്റി വരുന്നു, മറ്റുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അമേരിക്കൻ കൾച്ചർ നശിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കുക, ഇത് കയറി യൂറോപ്പിലടിക്കും. അതായത് ഇത് ഫാർ റൈറ്റ് എന്നല്ല, ഇത് ക്രിസ്ത്യൻ തോട്ട്സിലോട്ട് കാര്യങ്ങൾ അങ്ങ് പോവുകയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും പല രാജ്യങ്ങളും അവർ ക്രിസ്ത്യൻ തോട്ട്സിൽ നിന്ന് മാറി പോയിട്ടുണ്ട്. കാരണം കണക്കുകളാണ്. പള്ളികളില്ലാതായി, അതെല്ലാം ബാറുകളായി. ഇവിടെ അതാണ് നമ്മൾ റിഫോംസ് പാർട്ടിയുമായിട്ട് നോക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജർമ്മനിയിലുണ്ടായി, ഫ്രാൻസിലുണ്ടായി. അതായത് നേരെ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ശക്തമാകും, ഫാർ റൈറ്റ് ശക്തമാകും. ഈ ഇമിഗ്രൻസിനെതിരെ ഈ ചാർലി കിർക്ക് ഭയങ്കര ശബ്ദമല്ലായിരുന്നു. അങ്ങനൊരു വീണ്ടും തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പം അതിനകത്തൊരു പ്രാസംഗികൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ജോൺ എഫ് കെനഡി ജൂനിയറാണ് പറഞ്ഞത്. അതായത് ക്രൈസ്റ്റിൻ്റെ 2ാം വരവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ചേരേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം അമേരിക്കയെ മാറ്റാം. അമേരിക്ക മാറുമ്പോൾ ലോകം മാറും. ഇതാണ് ആ സന്ദേശത്തിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്തോ അല്ലെ, പ്രിപ്പയർഡ്. ഇപ്പം ഈ അമേരിക്കയിൽ 1-2 ഈ ചെറുപ്പക്കാരുടെ ഒക്കെ കൂടുതൽ പങ്കെടുക്കുന്ന ഗ്രാമി അവാർഡിൻ്റെ മീറ്റിംഗ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, മ്യൂസിക് അവാർഡിൻ്റെ. അപ്പം ആ അവാർഡിൻ്റെ മീറ്റിംഗ് ഈ ചെറുപ്പക്കാരെങ്കിലും ബഹളമോ. അതിൻ്റെ സിംഗേഴ്സൊക്കെ വന്ന് പാടുമ്പോൾ, അവിടുത്തെ അവാർഡ് വിന്നേഴ്സ് സിംഗേഴ്സൊക്കെ പാടുമ്പോൾ അതിനേക്കാളും 1000 ഇരട്ടി പവർഫുൾ ആയിരുന്നു ഈ ആരിസോണ എന്ന് പറഞ്ഞ ഈ ചാർലി കിർക്കിൻ്റെ ആ പ്രോഗ്രാം. കാരണം ഇത് മുഴുവനും സ്പിരിച്വലായി മാറി, മറ്റേ സ്പിരിച്വലല്ല. അതായത് അമേരിക്കയിൽ ഒരു സിംഗർക്ക് കിട്ടുന്നതിൻ്റെ 1000 ഇരട്ടി പ്രാധാന്യം അവിടെ അവരുടെ ഒരു 31 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നു കഴിയുമ്പോൾ റിട്ടേൺ ബാക്ക് ടു ഹോം, വീണ്ടും പഴയ രീതിയിൽ പോകാം. ഇതാണത് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഗ്ലോബൽ ട്രെൻഡായിട്ട് മാറും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതനുസരിച്ച് അമേരിക്കൻ കോർപ്പറേറ്റും ബിസിനസ്സും ആ രീതിയിൽ തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പം അതാണ് എനിക്ക് ചാർലി കിർക്കിൻ്റെ ആ മരണവും അതിനെ തുടർന്നുള്ള ഫ്യൂണറൽ സെറമണി ഗ്ലോബലായിട്ട് ഇതിന് കിട്ടിയ അറ്റൻഷൻ. ഇത്രയും മില്യൺസ് ആൻഡ് മില്യൺസ് ആൾക്കാരിങ്ങനെ വാച്ച് ചെയ്യുന്നു. അതിന് പ്രാധാന്യമുണ്ട്. ചെറിയ പ്രാധാന്യമില്ല, വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഗ്ലോബലായിട്ടുള്ള ചെറുപ്പക്കാർ മാറാൻ പോകുന്നു. ഡ്രഗും കഞ്ചാവും ഈ ഫാമിലി ഇല്ലായ്മയും ആ ലൈഫിൽ നിന്നും അവർക്ക് മാറണം. അതിൻ്റെ തെളിവാണ് ചാർലി കിർക്കിൻ്റെ ഫ്യൂണറലിൽ നടന്ന എനിക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനലൈസ് ചെയ്യുന്ന പോയിന്റ്. ചെറുപ്പക്കാർ മാറാൻ തയ്യാറാകുന്നു.